നമ്മുടെ വ്യൂവേഴ്സ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഒരുപാട് ടിഫിൻ ബോക്സ് ഡിഷസ് ചെയ്തു കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയ ഡിഷുകൾ. ഇന്നും അതേപോലെ ഒരു ടിഫിൻ ബോക്സ് ഡിഷാണ് ചിക്കൻ മാക്രോണി. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ആദ്യം നമുക്ക് മാക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ബോയിൽ ചെയ്യാം. നന്നായിട്ട് ഉപ്പ് ചേർത്ത് പാസ്ത ബോയിൽ ചെയ്യാം. ഇവിടെ പാസ്തയ്ക്ക് വെള്ളം ബോയിൽ ചെയ്ത സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. ഞാനൊരു 200 ഗ്രാം ചിക്കനെ എടുത്തേക്കുന്നത്. അതിലേക്ക് മാറിനേഷന് വേണ്ടിയിട്ട് പെപ്പർ ഒരു 1/4 ടീസ്പൂൺ നിറച്ച് പെപ്പർ എടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലേക്സ് വളരെ കുറച്ച്, അതിനുള്ള ചില്ലി ഫ്ലേക്സ് അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. സോയ സോസ് 1 ടീസ്പൂൺ, ലൈറ്റ് സോയ സോസ് ആണ്, അപ്പോൾ വലിയ ഡാർക്ക് കളർ വരത്തില്ല. 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പാസ്ത സാറിന് ഇറ്റാലിയൻ ആണെങ്കിലും നമ്മളിന്ന് ഇറ്റാലിയൻ സ്റ്റൈലിലല്ല ചെയ്യുന്നത്, ഇച്ചിരി ചൈനീസ് ഫ്ലേവറൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തത്. കവർ ചെയ്ത് മാറ്റി വെക്കാം. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിനകത്തേക്ക് മാക്രോണി ഇടാം. മാക്രോണി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് പാസ്തയാണ്, പിന്നെ എൽബോസ് എന്നും പറയാറുണ്ട്. ഈ ഒരു ഷേപ്പിലുള്ള പാസ്ത. 1.5 കപ്പ് മാക്രോണിയാണ് ഇപ്പം ഞാൻ ചേർത്തേക്കുന്നത്. എപ്പോഴും മാക്രോണിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ തുറന്ന് വെച്ച് തന്നെ കുക്ക് ചെയ്യുക, അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 8 to 10 മിനിറ്റ്സോളം നമ്മൾ പാസ്ത കുക്ക് ചെയ്യുമായിരുന്നു. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്, ഒത്തിരി അങ്ങ് വെന്ത് പോയല്ല. എപ്പോഴും ചെറിയൊരു ബൈറ്റ് കിട്ടുന്ന വിധത്തിൽ കുക്ക് ചെയ്യാം. ഏകദേശം 8 മിനിറ്റ്സോളം എടുത്തിട്ടുണ്ട്. ഓരോ ബ്രാൻഡിലും കുക്കിംഗ് ടൈം വ്യത്യാസം വരും, എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഇനി ഡ്രെയിൻ ചെയ്യാം. കുറച്ച് ഓയിലൂടെ ഇട്ടൊന്ന് ഷേക്ക് ചെയ്ത് വെക്കാം. നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ മാക്രോണി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഒന്നര ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ചേർക്കാം. നമ്മൾ കോക്കനട്ട് ഓയിൽ പോലത്തെ ഓയിൽ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നത് നല്ല ഫ്ലേവർ വ്യത്യാസം വരും. അതിന് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഹീറ്റിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഉപയോഗിച്ചത് 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. ചിക്കൻ തൈസാണ് യൂസ് ചെയ്തിരുന്നത്. തൈസോ ചിക്കൻ ബ്രസ്റ്റോ യൂസ് ചെയ്യാം. ഇതിന് പകരം ബീഫ് വേണമെങ്കിൽ ബീഫ് യൂസ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് മാത്രം അവോയ്ഡ് ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ചിക്കൻ മാറ്റി വെക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് ഗാർലിക് ഒരു 8 അല്ലി വെളുത്തുള്ളിയാണ് ചോപ്പ് ചെയ്തത്. വെളുത്തുള്ളിയുടെ നല്ല മണം വരുമ്പോൾ പകുതി സവോള, ഒരു മീഡിയം സൈസിലുള്ള സവോള സ്ലൈസ് ചെയ്തത്, നീളത്തിലരിഞ്ഞത്. ഇതിലേക്ക് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തത്. ഒപ്പം തന്നെ ഒരു 6 ബീൻസ് ഇതേപോലെ അരിഞ്ഞത്. അപ്പോൾ ബീൻസും ക്യാരറ്റും കുക്ക് ചെയ്യുമ്പം ഒരുപാട് വെന്ത് പോലെ ചെറിയൊരു ബൈറ്റ് കിട്ടണം, എന്നാൽ കഴിക്കുമ്പോൾ വെന്തിട്ടും ഉണ്ടാവണം. ആ രീതിയിൽ എടുക്കുക. 2 മിനിറ്റൊക്കെ കുക്ക് ചെയ്താൽ മതിയാവും. നമുക്കിതിനകത്തേക്ക് സോസുകൾ ചേർക്കാം. ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, ഒരു ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്, 3/4 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ്, ഒരു നുള്ളു പെപ്പർ,
അപ്പോൾ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർക്കുകയാണ്. നല്ല ഒരു എരിവ്, ചെറിയൊരു എരിവ് കിട്ടാനായിട്ട്. ഇതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗമേ ഉപയോഗിച്ചിട്ടുള്ളൂ. കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ക്യാപ്സിക്കം ചേർത്ത ഉടനെ തന്നെ ഇത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന പാസ്ത. നമ്മൾ പാസ്ത വാട്ടർ കുറച്ച് ചേർക്കുകയാണ്. ഇതൊന്ന് സോസ് പോലെ കോട്ട് ചെയ്തിരിക്കാനായിട്ട് 1-2 ടേബിൾ സ്പൂൺ പാസ്ത വാട്ടർ കൂടെ ചേർക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി ചെയ്തെടുക്കുക. ഇത് സ്കൂളിൽ കൊടുത്തു വിട്ടാൽ പിള്ളേർക്കൊക്കെ നല്ല ഡിമാൻഡായിരിക്കും, നല്ല ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ഒരു ഡിഷാണ്, എളുപ്പം ഉണ്ടാക്കാം. ഈ ഒരു അളവെന്ന് പറഞ്ഞാൽ 2 പേർക്ക് കഴിക്കാവുന്നൊരു പോർഷൻ ഞാൻ ഷെയർ ചെയ്തേ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകുന്ന ഒരു ടിഫിൻ ബോക്സ് ഡിഷാണ് ഇന്ന് ഷെയർ ചെയ്ത ചിക്കൻ മാക്രോണി. ഈ ഒരു ഡിഷ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. ഇത് ടിഫിൻ ബോക്സിന് മാത്രമല്ല, സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് 4 മണി സമയത്ത് കൊടുക്കാനും നല്ലതാണ്. കൂടാതെ നമുക്ക് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ഒക്കെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിഷ് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.